സമസ്താപരാധം. ഇനിയൊരു തുള്ളി മദ്യം ഞാൻ തൊടില്ല. എനിക്ക് കുഞ്ഞുണ്ണി വന്നതിന്റെ തമ്പുരാനെ. നീ പിന്നെ വന്നാ? ഉവ്വേ, ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ 2-3 പേരും കൂടി ഉണ്ട്. ഇന്ന് ഞാൻ ചിലതെല്ലാം ഇവിടെ തെളിയിക്കും. എവിടെ തമ്പുരാന്റെ കുഞ്ഞുമോൻ? വിളി, അവന്റെ തിരുമോന്ത ഞാനൊന്ന് കാണട്ടെ. കുഞ്ഞുണ്ണി, ഇറങ്ങി വാടാ. ആഹാ, കള്ളും കുടിച്ചോണ്ട് നീ പിന്നെയും വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണല്ലേ? വഴക്കിടാനൊന്നും അല്ല, കുഞ്ഞുണ്ണിന്നും പറഞ്ഞ് 2 പേര് ഇവിടെക്കാര് താമസിക്കുന്നു കേട്ടു. 2 പേരില്ല, ഒരാളെ ഉള്ളൂ. അവൻ അമേരിക്കയിൽ നിന്ന് വന്നതാ. അമേരിക്കയിൽ നിന്നാണോ അരൂക്കുറ്റിന്നാണോന്ന് ഞങ്ങൾ കണ്ടിട്ട് പറയാം. കുഞ്ഞുണ്ണി പുതുവോള് വീണ്ടും വന്നിരിക്കുന്നു. അയാളാ സൊസൈറ്റിയിൽ അപ്പുറത്തും താമസിക്കുന്നവരെ വിളിച്ചോണ്ട് വന്നിരിക്കുക. അവന്മാർക്ക് എന്നെ നല്ലപോലെ അറിയാം. കുഞ്ഞുണ്ണി നോക്കാം. ഇന്ന് കാണാം. ഇതാണ് കുഞ്ഞുണ്ണി. ഇനി എന്താ വേണ്ടത്? ഇനിയൊന്നും വേണ്ട, ഇത് 2 മതി. എന്താണ് നിന്റെ പേര്? കുഞ്ഞുണ്ണി. അപ്പൊ നീയോ? കുഞ്ഞുണ്ണ. ഞാൻ നിന്നോടാ ചോദിച്ചത്. കുഞ്ഞുണ്ണി. അത് നിന്റെ പേര്. ഇവന്റെ പേരെന്താ? അത് ശരി, അച്ഛന്റെ പേരെന്താണ് നീ അറിയണം. എന്നെയാണോടാ നീ അവനൊക്കെ വിളിച്ചത്? അവ്യപ്രസംഗി. എന്റെ തമ്പുരാനെ, ഞാൻ തമ്പുരാന്റെ പേരല്ലേ ചോദിച്ചത്. ഇവന്റെ പേരെന്താന്ന്? അതല്ലേ ഞാൻ പറഞ്ഞു, കുഞ്ഞുണ്ണിന്ന്. അവരോടി കൂടെ വന്ന ഒരുത്ത ഓടി, എല്ലാം വെള്ളം അവിടെ ഛർദ്ദിച്ച് വൃത്തിയാക്കല്ലേ. ഇവിടെ ആരും ഓടിയിട്ടില്ല. ഓടി പറഞ്ഞു. അവനോടി താഴെ പറഞ്ഞു. അങ്ങോട്ട് ഓടി. പിന്നെ ഇവിടെ ആരും ഓടി. താഴെ ഇപ്പൊ പറഞ്ഞു ഓടി. ഇവിടെ ആരും ഓടിയില്ല എന്ന് പറഞ്ഞില്ല. പൊട്ട പറഞ്ഞു ഓടി. അങ്ങോട്ട് ഓടി. ഇവിടെ ആരും ഓടിയില്ല. ആരാ ഓടിയ? അച്ഛാ, ഇതിന് ആൽക്കഹോളിക് ഡിലറി എന്ന് പറയും. ഇല്ലാത്ത ഉണ്ടെന്ന് തോന്നുന്നു. സ്ഥലം കള്ളുപിടിച്ച് വന്നിരിക്കുക. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾ പൊതുവാള് പറഞ്ഞിട്ട് വന്നതാ. തെളിയിക്ക്, എല്ലാം തെളിയിക്കണം. തട്ടിപ്പൊക്കെ നടക്കുന്ന പൊതുവാള് പറഞ്ഞു. ഞങ്ങൾക്ക് അതിന്റെ സത്യം അറിയണം. ഞാൻ കള്ളുടിനാ, സമ്മതിച്ചു. പക്ഷെ ഇവര് പറയട്ടെ, ഇവിടെ എത്ര പേരുണ്ടെന്ന് പറയടാ. ഇവിടെ എത്ര പേരുണ്ട്? നമ്മൾ 4 പേര്. 5 പേരില്ലേ? എടാ മരംകുടന്മാരെ, നമ്മൾ എത്ര പേരുണ്ടല്ല. ഇവരെത്ര എന്താണ് ഇവിടെ ഒരു ചീഞ്ഞ നാറ്റം? അച്ഛാ, ഞാൻ പറഞ്ഞില്ല, എല്ലാരും വെള്ളം നാറിയിട്ട് നിക്കാൻ വയ്യ. മദ്യം ഇവരെ തലയെ കൂടെ. താനിപ്പോ മദ്യത്തിലാവണോ കുടിക്കുന്നത്? ഗോവിന്ദ കുട്ടിയാ, ഞങ്ങളിവിടെ താമസവനാ. ഗോവിന്ദ കുട്ടി? ഏത് ഗോവിന്ദ കുട്ടി? അയാൾ എങ്ങനെ ഇവിടെ വന്നത്? അങ്ങനെ ചോദിക്ക്. ഇവൻ തമ്പുരാനെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ വന്നതാ. പറയടാ, എല്ലാം തെളിയട്ടെ. നീ പറഞ്ഞിട്ടില്ലടാ ഞാൻ വന്നത്. ഇവിടെ വന്ന് 2 കുഞ്ഞുണ്ണി ഉണ്ടെന്ന് പറഞ്ഞ് തമ്പുരാനെ പറ്റിച്ച വയറു തെറിച്ച് കള്ളു മേടിച്ചു വരാന്ന് പറഞ്ഞ നീ അല്ലേടാ? ദേഹത്തോട്ട് പോരുത്. ആർക്കാടാ എന്നെ അടിക്കേണ്ടത്? ഞാനല്ല തമ്പുരാനെ അടിച്ചത്, ഈ കുഞ്ഞുണ്ണിയാ. ഇന്ന് തന്നെ ഒരു ഗൂർഖ ഏർപ്പാടാക്കണം. ഇവരിനകത്ത് കയറിയാൽ കാല് തല്ലി ഓടിക്കാൻ പറയാം. ഇതെന്താ വോട്ട് കമ്പനിയാ? കാവൽക്കാരനൊക്കെ നിർത്തിയിട്ടുണ്ടല്ലോ. अंदर छोड़ने के लिए बड़ा साहब ने मना किया है. അബേ, ഈ ഡ്രസ്സും കത്തിയായിട്ടാ രാത്രി കിടന്നുറങ്ങണേ. മുറിഞ്ഞു പൂട്ടോ. റുക്കോ രാവിലെ ഇനി കെട്ടിയെടുത്ത ഇയാളെ ഇതിനകത്ത് കയറ്റതെന്ന് അറിയാമല്ലോ. എടാ പെരട്ടെ, നിന്റെ ഉദ്ദേശം എന്താടാ? അതറിഞ്ഞിട്ട് തനിക്കെന്ത് വേണം? ഇവിടുത്തെ ഉപ്പും ചോറും നിന്ന് വളർന്നവനാടാ ഈ പൊതുവാള്. എന്താ താനിവിടെ നിന്നപ്പോ കറിയൊന്നും വെക്കത്തില്ല? സാമ്പാർ അവിയലും തോരനൊക്കെ അവര് കഴിച്ചിട്ട് ഉപ്പും ചോറും ഇയാൾക്ക് കൊടുക്കും. നിന്റെ ഉദ്ദേശം എന്താടാ? അറിയണോ തനിക്ക്? ഇവിടെ ഞങ്ങൾ കട്ട് മുടിക്കും. എന്നിട്ട് ഈ കൊച്ചു കൊട്ടാരം കുളം തോണ്ടും. അപ്പയുടെ തമ്പുരാൻ വഴിയാധാരമാകും. തമ്പുരാട്ടി കാഞ്ഞു മേലോട്ട് പോകും. കുഞ്ഞുണ്ണിയ കുത്തുപാള എടുക്കും. നീ എന്തിനാ മോനെ ഈ നരകത്തിന്റെ കൂടെ നടക്കണേ? എല്ലാം കഴിയുമ്പോ ഈ വീടിനെ തീരാൻ, ആ സമയത്ത് തന്നെ ഇവിടെങ്ങാനും കണ്ട തല്ലിക്കൊന്ന് അതിനകത്തിട്ട് ചുട്ട് തിന്നാൻ. ഇനി വല്ല അറിയണ കളഞ്ഞിട്ട് വാടേ. സമ്മതിക്കില്ലടാ, ഞാൻ സമ്മതിക്കില്ല. നിങ്ങളൊക്കെ ആരാണെന്ന് ഞാൻ തെളിയിക്കും. ഈ പൊതുവാണ് തെളിയിക്കും. അതിന് താൻ ഇതിനകത്ത് കയറിയിട്ട് വേണ്ട തെളിയിക്കാൻ. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണ് ഈ താൻ ഇതിനകത്ത് കയറ്. ഈ ആത്മീയ കൈ കാലം കയർ കാല് വെട്ടി കുത്താർ കുതാവൊക്കെ അയ്യേ, താൻ എന്തിനാണോ എപ്പോഴും ഇങ്ങനെ അടക്കണേ? അതിന്റെ അകത്ത് വല്ല നഗ്ന നൃത്തം നടക്കണ്ട. വൃത്തിയിട്ടവൻ മുറിയൂട്ടോ. കുഞ്ഞുണ്ണി വന്നോ? നന്നായി. ഞാൻ നിന്നെ നോക്കിയിരിക്കായിരുന്നു. എന്താ? ഒരു സർപ്രൈസ് ഉണ്ട്. നിന്നെ കാണാൻ ഒരാള് വന്നിരിക്കുന്നു. ആരായിരിക്കും? 7 മലയും 7 കടലും താണ്ടി ആരായിരിക്കും? കടലും മലയ?
6 മാസമൊന്നും ഇനി കാത്തിരിക്കണ്ട. മുഹൂർത്തം ഉടനെ കുറിക്കാൻ നന്ദു കണിയാനോട് പറയാം. അച്ഛൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവള് വന്നു. രാധിക മേനോൻ. ആരുക്കൊരൊക്കൊരൊക്കോ ഞാൻ ഇറങ്ങിയിട്ട് ഇറങ്ങ്, അല്ലെങ്കിൽ കുതിര മുകളിലേക്ക് പൊന്തൂട്ടാ. ഇതാണ് വീട്. ചെന്ന് കയറിയ ഉടൻ ഗോവിന്ദൻകുട്ടി എവിടെയെന്ന് ചോദിക്കുക. കണ്ടു കിട്ടിയ അവനെ ദിങ്ങനെ പിടിച്ച് ചുമരിനോട് ചേർത്ത് പിടിച്ച് ഈ വിരല് ദിങ്ങനെ പിടിച്ച് അവന്റെ പള്ളക്ക് 2 പട്ടാണിക്കുത്താണ് കുത്ത. അപ്പൊ അവൻ ഞാൻ കുഞ്ഞുണ്ണിയല്ല ഉറക്കം നിലവിളിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് കേൾക്കണം. അത് ഞാൻ ഏറ്റു. അവസാനം ഒരു ചെറിയ പോലീസുകാരുടെ പോലെ അല്ല പൊതുവാണ് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. ഇടിച്ച കാറുകാരനെ കിട്ടിയിട്ടില്ല എന്നാണ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോ പറഞ്ഞത്. ഇതങ്ങനല്ലേ? ചത്ത ഇവൻ. എടാ പൊട്ടനെ ചെട്ടിയിലെ ചെട്ടിയെ ദൈവം ചതിക്കും. പേരിലും ഷർട്ടിട്ട് ഇങ്ങനെ ചത്തൊന്നും തോന്നുന്നില്ല. അപ്പൊ നീ ചത്തിട്ടില്ലേ? ഇയാളെ എവിടേക്ക് വടി മുത്തി പിടിച്ച് നിന്റെ കുഞ്ഞുണ്ണിക്കളിന്ന് തീർത്ത് തരടാ ഗോവിന്ദൻ പട്ടി. हेलो हाँ यार वही तो बोल रहा है, वो जो लेलैंड में जो हम लोग पार्ट बदली कर रहा है ना, वैसे इसका भी स्पेयर पार्ट बदली कर रहा है। बोलता है किडनी खराब हो गया, उसका ब्रेकडाउन हो गया है और बोलता है जो है ना उसके लिए बहुत खर्चा होगा। तू उसी मार्केट में जाके उसका दाम पूछ लेना और जहाँ वो जरा अबे जब बात कर रहा तू क्या यार बीच में आता है? अरे तुझको इसका कोई सीरियसनेस मालूम हो रहा है क्या? हेलो तो मार्केट में जाके पूछना तो इतना और हम हेलो दे बे इधर हेलो हेलो हाँ इसकी तो आज में हेलो हेलो हाँ यार सुरजीत मैं जो बता रहा था ना तुमको स्पेयर पार्ट, हाँ यार वही तो किडनी के बारे में। वो स्पेयर पार्ट था 25,000 बोल दिया, वो क्या करेगा हमने? हेलो 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 ഇത് ഞാനാ. ഹലോ നമ്പീശ ഇത് ഹലോ അമ്പരാനും അയാളുടെ അളിയനും അയാളുടെ മരുമക്കളും എല്ലാവരും ഇവിടെ ഉണ്ട്. ഇന്നത്തോടുകൂടി എല്ലാം തീർക്കണം. ആ ശരി ശരി. ഹലോ ഈ തലയെ കെട്ടി ഹലോ ഹലോ അമ്പീശ എവിടെ അവൻ? എന്റെ കൂടെ വാ. നേരെ പോയാ മതി. ഈശ്വരാ, ഈ തലയെ കെട്ടുകാര് ഫ്ലാസ്കും हाँ हेलो क्या നീ എന്താ കളിക്കാ? നീ കളിക്കാ നീ? ഇവൻ എന്താ ഇവിടെ? കുട്ടി എന്താ ഇവിടെ എന്നാ ചോദിച്ചത്? അവൻ അവന്റെ അച്ഛന്റെ പ്രസവം ഇന്ന് ഇവിടുത്തെ മോർച്ചറിയിൽ ഒരു ശവം കൂടി ഞാൻ കേട്ടു. ഞാനുണ്ട് കൂടെ. പെങ്ങളെ ഗോവിന്ദൻകുട്ടിന്റെ ഒരു ഗോവിന്ദൻകുട്ടി നയാ ആത്മീയ അഡ്മിറ്റ് കരായിയെ കിടറേ എന്നെ കുഴിയിലാക്കാനായിട്ട് കച്ചകെട്ട് ഇറങ്ങിയിരിക്കാനുള്ള തെണ്ടി, എനിക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞ തോളെ കൈയിട്ട് ഇറക്കാനുള്ള പരട്ട പന്നി. ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും. അയ്യോ മാറ്റു. ഇവനാ ഈ നമ്പീശൻ ആവിയായിട്ട് മേലെ പോയോ? എന്റെ ഈശ്വര. ഈ നമ്പീശൻ എവിടെ പോയി? നമ്പീശ നമ്പീശ ഇത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകണ്ടല്ലോ. എവിടേക്കിത്? നമ്പി നമ്പി താൻ ഇതെവിടെ പോയി കിടക്കായിരുന്നു? എനിക്ക് ഇടയ്ക്ക് ഒരു പ്രശ്നം പറ്റി. എന്ത് പ്രശ്നം? എനിക്ക് 1233 പ്രശ്നമുണ്ട്. എല്ലാം തന്നോട് പറയണമെന്നുണ്ടോ? ഇപ്പോഴത്തെ പ്രശ്നം ആദ്യം തീർക്കടോ. ആ ഗോവിന്ദൻകുട്ടിയുടെ കൂടെ ഒരു ഫ്രോഡും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവൻ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതാ അവിടെയാ ഒബ്സർവേഷൻ റൂം. ആദ്യം ആ ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ ചെറ്റയിൽ ഇങ്ങോട്ട് തപ്പിയെടുക്കുക. മരിക്കണേന് മുമ്പ് എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ, ഒരു പിടി മണല് വാരി അവന്റെ മർമ്മസ്ഥാനത്തിടുക. എന്നിട്ട് അതിമ്മ കേറി നിന്ന് ഉപ്പിറ്റി വെച്ചിട്ട് ഇങ്ങനെ എടുത്തിരിക്കുമ്പോ കുമ്മാരി പൂജാരി, അതൊരു രസ.
ഏത് യൂണിവേഴ്സിറ്റി മെഡിസിൻ പഠിച്ചെന്ന് പറഞ്ഞു? ഞാൻ എക്സ്ക്യൂസ് മീ, അല്ല ഏത് യൂണിവേഴ്സിറ്റി? ഏത് സ്ഥലത്തോട്ടാണെന്നുള്ള എല്ലാരും കൂടെ ദേ അവൻ. ഏ? എന്താ അവന് പറ്റിയത്? കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ വിളിക്കണോ? ആരാ അത്? നമ്മുടെ നമ്പീശനാ. എന്താ നമ്പീശ?